പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ്മ മാത്യു, ബീന ടീച്ചർ. എൻ്റെ ജീവിതാനുഭവങ്ങൾ, യാത്രാ കാഴ്ചകൾ, സാഹിത്യ അഭിരുചികൾ, അധ്യാപന ഓർമ്മകൾ എന്നിവ ഉൾക്കൊള്ളുന്ന കഥയുടെ ഇന്ദ്രജാലം എന്ന ചാനലിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കഥകൾ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? പറഞ്ഞാലും തീരാത്ത, കേട്ടാലും മതി വരാത്ത, വായിച്ചാലും അവസാനിക്കാത്ത എത്രയെത്ര കഥകൾ. എന്നാൽ അവയേക്കാളെല്ലാം അധികമല്ലേ സ്വന്തം അനുഭവ കഥകൾ? എണ്ണിയാൽ തീരാത്ത കഥകളുടെ വിസ്മയ ലോകമാണ് നമ്മുടെ ജീവിതം. ഈ കഥാ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യാത്രകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. എനിക്കും യാത്രകൾ അത്യധികം ഇഷ്ടമാണ്. എൻ്റെ യാത്രകൾക്ക് സമയമോ ദൂരമോ യാത്രാക്ലേശമോ തടസ്സമാകാറുമില്ല. സാധാരണ നമ്മൾ യാത്രകൾ പോകുന്നത് കാഴ്ചകൾ കാണുന്നതിനോ പുണ്യദർശനത്തിനോ ആയിരിക്കും. എന്നാൽ ചില യാത്രകൾ ദീർഘകാലമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആത്മബന്ധമുള്ളവരെ തേടിയായിരിക്കും. അത്തരമൊരു യാത്രാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈയിടെ സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞു തന്നെ ആദ്യ ഭാഗം തുടങ്ങട്ടെ. കഴിഞ്ഞ ദിവസത്തെ യാത്ര ഒരുപാട് ദൂരേക്ക് ആയിരുന്നു. എനിക്ക് ഏറ്റവും ആത്മബന്ധമുള്ള സ്നേഹിതയെ കാണുവാൻ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ചോദിച്ചു, നീ സ്നേഹിക്കുന്നവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ ചോദ്യം. എങ്കിലും എനിക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അത് അവരുടെ ഇഷ്ടം. എന്നാൽ എനിക്ക് സ്നേഹിക്കാമല്ലോ. യാത്രയിലുടനീളം അവളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഞങ്ങളുടെ കണ്ടുമുട്ടൽ, അവളുടെ പ്രണയം, വിവാഹം, വേർപിരിയൽ, ഒറ്റപ്പെടൽ, കടുംപിടുത്തവും താനാണ് ശരിയെന്ന വിശ്വാസവും കാരണം പലപ്പോഴും എൻ്റെ വാക്കുകൾ അവൾ ഉൾക്കൊണ്ടിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കിടയിൽ അകൽച്ചയും ഇടവേളകളും ഉണ്ടായി. വിശേഷങ്ങൾ അറിയാറുണ്ടായിരുന്നെങ്കിലും കണ്ടിട്ട് നാളുകൾ കുറച്ചായിരുന്നു. ഞാൻ വരുന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ എന്നെ കണ്ടപ്പോൾ കാത്തു കിടന്നതുപോലെ ധൃതിപ്പെട്ട് എഴുന്നേറ്റ് ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ പുഴയ്ക്ക് 53 വർഷത്തെ സ്നേഹത്തിൻ്റെ കഥകൾ പറയുവാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന മണിക്കൂറുകൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനാവാത്ത രോഗാവസ്ഥയിലായിരുന്നു അവൾ. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവൾ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ കാണുമോ? എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു സന്ദേശമുണ്ടായി, നീ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവൾ ആണെന്ന്. തിരിച്ചു പോരുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി വളരെ ശാന്തമായി പറഞ്ഞു, നീയാണ് ശരി. കാരണം അവളുടെ കണ്ണുകളിലെ തിളക്കം, മുഖത്തെ പുഞ്ചിരി, എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം, അതെല്ലാമല്ലേ സൗഹൃദത്തിൽ നമ്മൾ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന അമൂല്യമായ അനുഭവങ്ങൾ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയാണ് ഓർമ്മ വന്നത്. സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് സൂര്യകാന്തി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചക്രവാളത്തിലൂടെ സൂര്യൻ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യനെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന സൂര്യകാന്തിയുടെ ആത്മഗതത്തിലൂടെയാണ് കവിത ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. സൂര്യനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്ന് ജനം തന്നെ പുച്ഛിക്കുന്നുവെന്നും പരനിന്ന വീശുന്ന വാളിനാൽ ചൂളിപ്പോകുന്നതല്ല പരമശ്രേഷ്ഠമായ പാവന സ്നേഹമെന്നും സൂര്യകാന്തി ആത്മഗതം ചെയ്യുന്നു. സ്നേഹത്തിൽ നിന്ന് സ്നേഹമല്ലാതെ മറ്റെന്താണ് ലഭിക്കുക? സ്നേഹം പരമസൗഖ്യം നൽകുമ്പോൾ സ്നേഹപങ്കം ദുഃഖം നൽകുന്നു. സ്നേഹം ദിക്കുകളെയും കാലത്തെയും അതിജീവിച്ച് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. ഇത് തന്നെയാണ് കവിതയുടെ ആത്മാവും കവി നൽകുന്ന സന്ദേശവും. സൂര്യൻ, സൂര്യകാന്തി എന്നീ പ്രതീകങ്ങളിലൂടെ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള അലൗകിക സ്നേഹത്തിൻ്റെ ദാർശനിക തലമാണ് ജി ശങ്കരക്കുറുപ്പ് ആവിഷ്കരിക്കുന്നത്. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.